തിലോത്തമ എന്ന സിനിമയിലെ റോബി എന്ന കഥാപാത്രവും ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന സിനിമയിലെ ഡ്രൈവർ കഥാപാത്രവും തുടക്കത്തിൽ സൗമ്യനായ എന്നാൽ ആ പാലം കടന്നതോടെ തെറിയുടെ പൂരം കേൾപ്പിച്ച ഡ്രൈവർ ചേട്ടൻ അന്ന് ആദ്യമായി നമ്മുടെ മനസ്സിൽ കയറി ഇരിപ്പുറപ്പിച്ചു. പിന്നെ ജാനേമൻ എന്ന സിനിമയിലെ സജിൻ ബൈപ്പിൻ എന്ന കഥാപാത്രത്തെ കണ്ടപ്പോൾ ഇയാൾ ആൾ കൊള്ളാലോന്ന് തോന്നി. പിന്നെ രോമാഞ്ചത്തിലെ കഥാപാത്രം ഒന്നും പറയാനില്ല, പുള്ളിക്കാരൻ പൊളിച്ചു തകർത്തു. ഇനി മിണ്ടിയാൽ മിണ്ടുന്നവനെ പുതപ്പിക്കും ഞാൻ എന്ന് പറയുന്ന നിരൂപ് എന്ന കഥാപാത്രത്തിൻ്റെ പ്രകടനം മനസ്സിൽ അപ്പോഴും നിറഞ്ഞു തന്നെ നിന്നു. ആ സമയത്തൊന്നും ഇദ്ദേഹത്തിൻ്റെ പേര് നാവിൽ വന്നിരുന്നില്ല. പിന്നെയും ഇയാൾ ഒരു വരവ് കൂടി വന്നു. ഫഹദ് ഫാസിലിനൊപ്പം കട്ടയ്ക്ക് പിടിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഫഹദിന് മേലെ പോയ പ്രകടനം എന്ന് തന്നെ പറയാം. ആവേശത്തിലെ യഥാർത്ഥ ആവേശമായ അമ്പാൻ എന്ന കഥാപാത്രം ജനങ്ങൾ ശരിക്കും അങ്ങോട്ട് ഏറ്റെടുത്തപ്പോഴാണ് ഇയാളുടെ പേര് നാവിൽ ഉദിച്ചത്. സജിൻ ഗോപു. സജിനെ നീ പൊളിയാടാ മനസ്സുകൊണ്ട് അന്ന് പറഞ്ഞു. ചുരുളിയിലെ ജീപ്പ് ഡ്രൈവറുടെ വേഷം കരിയറിലെ തന്നെ വഴിത്തിരിവായപ്പോൾ കണ്ടു നിന്ന പ്രേക്ഷകരും വിചാരിച്ചു കാണില്ല ജാനേമൻ സിനിമയിലെ സജിയേട്ടൻ്റെ റോളും രോമാഞ്ചത്തിലെ ഹ്യൂമർ ടച്ചുള്ള നിരൂപും എക്സ്ട്രീം ലെവൽ പെർഫോമൻസുള്ള അമ്പാനും പരുക്കനും രാക്ഷസ സ്വഭാവമൊക്കെയുള്ള മരിയാനോയുമൊക്കെ ഇങ്ങേര് കലക്കുമെന്ന്. ആദ്യമായി അഭിനയിച്ച 2 സിനിമകളും തൃപ്തമല്ലെന്ന് തോന്നിയപ്പോൾ സ്വന്തമായി എടുക്കുന്ന തിരക്കഥയിലെങ്കിലും നല്ലൊരു വേഷം കിട്ടുമല്ലോ എന്ന് മോഹിച്ചു സുഹൃത്തിനോടൊപ്പം തിരക്കഥ എഴുതാനിരുന്ന കക്ഷിയാണ് ഇയാൾ. അതേ സുഹൃത്ത് തന്നെയാണ് ചുരുളി സിനിമയിലേക്ക് ഓഫ് റോഡ് വണ്ടി നന്നായി ഓടിക്കുന്ന ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സജിനെ ആ സിനിമയിലേക്ക് എത്തിച്ചത്. വയലൻസ് തെറിയായി പുറത്തു വരുന്ന ചുരുളിയിൽ ചെമ്പൻ വിനോദത്തിൻ്റെ ആൻ്റണി പോലീസ് എന്ന കഥാപാത്രത്തിൻ്റെ ഡയലോഗിന് മറുപടിയായി ചെവി പൊട്ടിക്കുന്ന തെറി പറഞ്ഞാണ് സജിനിലെ നായകൻ ശ്രദ്ധ നേടിയത്. അത് ക്ലിക്കായതോടെ നടനെന്ന നിലയിലേക്കുള്ള അംഗീകാരം കിട്ടിത്തുടങ്ങി. പൊന്മാൻ എന്ന സിനിമയിലെ ഇങ്ങേരെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ മണിച്ചേട്ടനെ അങ്ങോട്ട് ഓർമ്മ വന്നു. നിൽപ്പിലും എടുപ്പിലുമൊക്കെ ഒരു മണിച്ചോട്ടൻ സ്റ്റൈൽ. ഇനി പൈങ്കിളി എന്നൊരു സിനിമ വരാനുണ്ട്. അതിൽ അനശ്വര രാജൻ്റെ നായകനായിട്ടാണ് ഇങ്ങേര് തകർക്കും. സജിൻ്റെ കരിയറിലെ നായകനായിട്ടുള്ള ആദ്യ സിനിമയല്ലേ, നിങ്ങൾ പൊളിക്ക് സജിനേട്ടാ. ഇതിലെ പൈങ്കിളി ഐറ്റം എന്ത് ചെയ്തിട്ടാണാവോ ഇങ്ങോട്ട് പൊളിക്കാൻ പോകുന്നത്. എല്ലാ വില്ലത്തരവും അവസാനിപ്പിച്ച് പ്രണയലാസ്യ ഭാവങ്ങൾ സജിനേട്ടൻ തകർക്കും. ഒരു കാര്യം ഉറപ്പാണ്, സജിൻ ഗോപു ഈ സിനിമയിൽ നമ്മളെ ഞെട്ടിപ്പിക്കും, നമ്മളെ ഞെട്ടുകയും ചെയ്യും. എന്തായാലും കണ്ടറിയാം. മലയാള സിനിമയ്ക്ക് ഇദ്ദേഹം ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ കണ്ടതെല്ലാം സജിൻ ഗോപു എന്ന നടൻ്റെ സാമ്പിളുകൾ മാത്രം. നിങ്ങൾ പൊളിക്കുമൊത്തേ. ഇനിയുള്ള കാലങ്ങൾ സജിൻ ഗോപു എന്ന അഭിനേതാവിൻ്റെതായി തീരാൻ ജി പീസ് മീഡിയ ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചു കൊള്ളുന്നു.